കൂട്ടുകാരെ, ഹോമി ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് കണ്ടില്ലേ, ഒരു ഷോള്, നല്ലൊരു ഷോളാണ്, കോട്ടൻ്റെ ഷോളാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പട്ടിയാല ബോട്ടം തുന്നിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് കട്ടിങ് കണ്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് 36 ഇഞ്ച് ഇറക്കും, 40 ഇഞ്ച് അരവണ്ണം. അത് ടൈറ്റ് അളവാണ്, നമുക്ക് കൂട്ടിയെടുക്കണം. അപ്പോൾ ടൈറ്റ് അളവാണ് കാണിക്കുന്നത്, 36 ഇഞ്ച് ഇറക്കമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് അടി മടക്കി അടിക്കാനുള്ള ഒരു അളവ് വരച്ചിടുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് തുണി ഇറക്കം കിട്ടുമെന്ന് നോക്കണം. ഷോളാവുകൊണ്ട് ഇറക്കം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 6 ഇഞ്ച് ആണ് നമ്മൾ കാലിൻ്റെ അടിഭാഗത്തെ വീതി തയ്ച്ചെടുത്ത് കഴിയുമ്പോൾ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വിചാരിച്ചാൽ 6 ഇഞ്ചിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഒരു 8 ഇഞ്ചിലൊക്കെ നമുക്കിത് വരച്ചിടാം കേട്ടോ. ഇനി അടിച്ച് കഴിയുമ്പോൾ അവർക്ക് ലൂസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് നമ്മളൊരു 2 ഇഞ്ച് കൂട്ടിയിട്ട് 8 ഇഞ്ചിൽ വരച്ചിടുന്നത്. അപ്പോൾ ഇതുപോലെയാണ് വരച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് മുകൾ ഭാഗം ടാപ്പ് താഴെ നിന്ന് 6 ഇഞ്ച് നമുക്ക് മുകളിൽ ബെൽറ്റിൻ്റെ വീതി കൊടുക്കാനുണ്ട്. അപ്പോൾ 6 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുകളിലേക്കൊന്ന് പിടിച്ച് നോക്കാം. 36 ഇഞ്ച് ഇറക്കം കിട്ടും. 36 ഇഞ്ച് ഇറക്കം വേണമെങ്കിൽ തയ്യൽ തുമ്പ് അര ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ 36 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടണം. അപ്പോൾ അതവിടെ വരച്ചിടുകയാണ്. അതിനുശേഷം നമ്മൾ ടാപ്പ് 6 ഇഞ്ച് പൊക്കി പിടിച്ചതിന് ശേഷം നമുക്ക് താഴത്തേക്ക് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് 36 ഇഞ്ച് അളവ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അളവ് പിടിക്കേണ്ടത്. പിന്നെ നമുക്ക് ഈ 36 ഇഞ്ച് നമ്മൾ മുകളിൽ അളന്നില്ലേ, ആ ഒരളവിൽ നേരെ വരച്ചിടുക. അതുകൊണ്ട് ഇതുപോലെയാണ് വരച്ചിടുക. നമുക്ക് 40 ഇഞ്ച് അരവണ്ണാണെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കയറിട്ട് ചുരുക്കി കെട്ടാൻ പറ്റുള്ളൂ. 40 ഇഞ്ച് അരവണ്ണം എന്ന് പറഞ്ഞാൽ ടൈറ്റ് അളവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതാണ് കറക്റ്റ് ടൈറ്റ് അളവ് വരിക. പക്ഷെ നമുക്കിതിന് ഞൊറിവ് വരണ്ടേ. അപ്പോൾ നമുക്കിതിന് ഏകദേശം ഇതിൻ്റെ ഫുൾ വീതി നമുക്ക് എടുക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ അടിയിൽ നമ്മൾ കുഴിച്ച് വെട്ടാനുള്ള അളവ് എന്ന് പറഞ്ഞൊരു 13.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം 13.5 ഇഞ്ചിലേക്ക് ഒന്ന് വരച്ചിടാം. കണ്ടോ, ഇതുപോലെ വരച്ചിട്ടിട്ടുണ്ട്. ഇനി ആ വരയിലേക്കാണ് നമ്മൾ കുഴിച്ച് വെട്ടേണ്ടത്. അത് നമുക്ക് ഇനി ഒരു ഷേപ്പുള്ള സ്കെയിൽ വെച്ചിട്ട് വരച്ചിടാം. കണ്ടോ, സ്കെയിലൊക്കെ പേരക്കുട്ടി പൊട്ടിച്ചിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 ഇഞ്ച് മാറിയിട്ടാണ് ഞാൻ ഈ ഒരു വര വരച്ച് കൊടുക്കുന്നത്. ഒരു കുഴീൻ്റെ പിന്നെ ഈ ഒരു കുഴിച്ച് വരയ്ക്കുന്ന നമുക്ക് 2 ഇഞ്ച് മതി കേട്ടോ. കണ്ടില്ലേ, 2 ഇഞ്ച് മാറിയിട്ട് നമുക്ക് ഇതുപോലെ കുഴിച്ച് വരയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വരച്ചിടാനുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള പീസ് നമ്മൾ കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കൊരു 8 ഇഞ്ച് വീതിയിൽ നമുക്ക് ഇവിടുന്ന് കിട്ടണം. അതായത് തുമ്പ്, തയ്യൽ തുമ്പും മടക്കി പോകാനുള്ള തയ്യൽ തുമ്പൊക്കെ അടക്കാണ് 8 ഇഞ്ച് വീതി എന്ന് ഞാൻ പറയുന്നത്. അത് വെട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു മോഡലിൽ നമ്മൾ ഇത് വെട്ടിയെടുക്കണം. അപ്പോൾ കുറച്ച് സ്പീഡിട്ട് കാണിക്കുകയാണ് കേട്ടോ. വരച്ചിട്ട വരയിലൂടെ തന്നെ വെട്ടിയാൽ മതി. അപ്പോൾ ഇങ്ങനെ വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള പീസ് കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ അടിഭാഗം ഉണ്ടോ ഇതുപോലെ നമുക്ക് വെട്ടിക്കൊടുക്കണം. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പീസിൻ്റെ വെട്ടൽ കഴിഞ്ഞു. ഇനി നമുക്ക് അരഭാഗമാണ് കിട്ടാനുള്ളത്. കണ്ടില്ലേ, പിന്നെ നമുക്ക് ഈ ഒരു മുകൾ ഭാഗം സെൻറ്റർ വരുന്ന ഭാഗം വെട്ടിക്കൊടുക്കണം. ചെറുതായിട്ട് വെട്ടിയിട്ട് കൊടുക്കാം. നമുക്ക് ഞൊറിവ് വരുന്നതാണ്, അതുകൊണ്ടാണ് അവിടെ വെട്ടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മുകളിലേക്കുള്ള പീസ് വെട്ടിയെടുക്കാം. അത് ഞാൻ ഒരു പീസ് മാത്രമാണ് വെട്ടി. പിന്നെ നമുക്ക് മറ്റേ പീസ് വെച്ച് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. വക്കൊക്കെ ഒപ്പാക്കി വെച്ചിട്ട് അതുപോലെ ഒന്ന് കൈ കൊണ്ടൊക്കെ ശരിയാക്കി വെച്ചതിന് ശേഷം വേണം നമുക്ക് അളവെടുക്കാൻ. നമുക്ക് മുകളിലേക്ക് മടങ്ങി പോകാനുള്ള ഭാഗത്തിനൊന്ന് വരച്ചിടാം. നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് വള്ളിയിടാനൊക്കെ ഉള്ള ഭാഗമല്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 6 ഇഞ്ച് ഇറക്കാണ് കിട്ടേണ്ടത്. കാരണം 6 ഇഞ്ച് പറഞ്ഞാൽ 6 ഇഞ്ച് നമുക്ക് ബോട്ടത്തിൻ്റെ ഇറക്കത്തിലുള്ള വീതിയും പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് അവിടെ വരുന്നത്. പിന്നെ അരവണ്ണം നമുക്ക് പിടിക്കുമ്പോൾ കുറച്ച് കൂട്ടിയെടുക്കാം. നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടിയത് നമുക്ക് കുറച്ച് കൂട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തുമ്പൊക്കെ അടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ
നമുക്കൊരു 18-19 ഇഞ്ച് വണ്ണം മുകളിലുണ്ടായാൽ നമുക്ക് സുഖമായിട്ട് ഞൊറിവിടുകയും ചെയ്യാം. പിന്നെ അടിക്കുമ്പോൾ നമുക്ക് മുകളിൽ ഇലാസ്റ്റിക് ഇടുകയാണെങ്കിൽ കുറച്ച് വീതി കൂട്ടി എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് എടുക്കുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. എന്നാൽ നമ്മൾ 6.25 ഇഞ്ച് വരച്ചത് നമുക്ക് വളവില്ലാതെ വരയ്ക്കുന്നതിന് വേണ്ടി ഇതുപോലെ അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ നേരെ വരച്ചിടുക. ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. ഇങ്ങനെ ചെരിഞ്ഞ കോണുള്ള ഭാഗം വരുന്ന സമയത്ത് നമുക്കവിടെ പീസ് അയക്കേണ്ടി വരും. അപ്പോൾ ഇതിന് നമുക്ക് അത്ര അധികം പീസ് അയക്കേണ്ട ചെറിയ പീസാണ്. അതുപോലെ പീസ് അയക്കേണ്ടി വരുമ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ രണ്ടാമത്തെ പീസാണ്. ഇനി ഈ പീസും കൂടെ വെച്ചിട്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെട്ടിയെടുക്കാം. അത് ഒപ്പം വെച്ച് വെട്ടിയാലും മതി കേട്ടോ. രണ്ടാക്കി ഞാൻ എടുത്തു എന്ന് മാത്രം, ഒന്നിച്ച് വെട്ടിയാലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വെട്ടിയെടുക്കേണ്ടത് കേട്ടോ. നമുക്ക് വെട്ടിക്കളഞ്ഞ ഈ പീസില്ലേ, ഇതിൽ നിന്നാണ് നമുക്ക് ഈ ഏക്കൻ്റെ ഭാഗത്ത് വരുന്ന പീസ് വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തുണി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ അതിലേക്ക് കയറ്റി വയ്ക്കുക. എപ്പോഴും ഒരു വരയിട്ട് കൊടുക്കുക. ഇതുപോലെ കണ്ടോ നമുക്ക് അത്രയും സ്ഥലമാണ് നമുക്ക് പീസ് വെക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒന്ന് കുറച്ച് വീതി കൂട്ടിയിട്ട് ഇതുപോലെ വരച്ചിട്ടതിന് ശേഷം നമുക്ക് പീസ് വെട്ടിയെടുക്കാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ല നല്ല വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കണ്ടോ നമുക്ക് ഇതും കൂടെ വെട്ടിയെടുക്കാം. കുറച്ച് വീതി കൂട്ടി വെട്ടുക കേട്ടോ. നമ്മൾ വരച്ചിട്ട വരയിൽ നിന്നും ഒന്ന് വിസ്താരമാക്കി വെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഏച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെ കോണൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വള്ളി വെട്ടിയെടുക്കണം, വള്ളി ഇടാനുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ സ്കെയിൽ വെച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. വീതി കറക്റ്റായിട്ടുണ്ടെങ്കിൽ വള്ളിയൊക്കെ അടിക്കാൻ പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്കത് കൂടെ വെട്ടിയെടുക്കാം. ഇത് കൂടെ കഴിഞ്ഞ് നമ്മൾ കട്ടിങ് കഴിയുകയാണ്. അപ്പോൾ വീണ്ടും വരാം. ബായ്.